ഖാദിയായി ഇവിടെ ദീനീ ദഅവത്തും പ്രഭാഷണങ്ങളും നടത്തി. അവിടുന്ന് അങ്ങോട്ട് വിടുമ്പോൾ അവരെ പ്രിയപ്പെട്ട ഉപ്പ TS അബ്ദുള്ള കോയ തങ്ങൾ, നമ്മളിങ്ങനെ ആധുനിക ലോകത്ത് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ പേരിൽ ഇസ്ലാമിനെ മുസ്ലിമീങ്ങളെ പ്രതിസ്ഥാനത്ത് നിർത്തുമ്പോൾ നമ്മുടെ ഖാദി നമ്മുടെ മുമ്പിൽ അവരുടെ ഉപ്പാൻ്റെ ഉപ്പ TSK തങ്ങളുടെ ഉപ്പ TS അബ്ദുള്ള കോയ തങ്ങൾ 1921 സ്വതന്ത്ര സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തി. അവർ കാണിച്ച ഈ രാജ്യസ്നേഹം നമുക്ക് പുറത്തേക്കൊന്നും പോവണ്ട, നമ്മൾ അവിടെ ഇവിടെയുള്ള പുസ്തകങ്ങളൊന്നും വായിക്കണ്ട. നിങ്ങളെ മുമ്പിൽ ജീവിച്ചിരിക്കണത്തിലെ നിങ്ങളുടെ ഖാദി 50 വർഷം ഉണ്ടായ അദ്ദേഹത്തിന്റെ പിതാവ് TSK തങ്ങളുടെ ഉപ്പ സയ്യിദ് TS അബ്ദുള്ള കോയ തങ്ങൾ 1921 അതിൻ്റെ മുമ്പ് പൊന്നാനി ഉൾപ്പെടെയുള്ള പള്ളികളിൽ ഓതിപ്പടിച്ചു. KK പുറം രണ്ടത്താണിക്കാരനായി അവിടുത്തെ ഉപ്പ സയ്യിദ് മുഹമ്മദ്, അവിടുത്തെ ഉപ്പ സയ്യിദ് ഹബീബ്, അവരുടെ മകന് കൂരിയാട് എത്തുന്ന സമയത്ത് കൂരിയാട് പള്ളിയിൽ, ഇവിടെ കരൂര് പള്ളിയിൽ 50 വർഷം നിങ്ങളോട് സംസാരിച്ചു TSK തങ്ങൾ. ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ഒരു 70 വയസ്സുള്ള ഒരാളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തങ്ങളുപ്പാപ്പയായിരിക്കും നിക്കാഹ് ചെയ്ത് തന്നിരിക്കുക. ഇവിടുത്തെ ഒരു 3 തലമുറ വിശുദ്ധ ദീന് പഠിച്ചിരിക്കുക തങ്ങളുപ്പാപ്പൻ്റെ അടുത്തുനിന്നായിരിക്കും, TSK തങ്ങളുടെ അടുത്തുനിന്നായിരിക്കും അല്ലേ. ഒരു 15-ാമത്തെ വയസ്സിൽ ഇവിടെ പള്ളിയിൽ വന്ന ഒരാൾക്ക്, അഥവാ ഇപ്പൊ ഒരു 63 വയസ്സുള്ള ആള്, 65 വയസ്സുള്ള ആൾക്ക് തങ്ങളുപ്പാപ്പ ഫസ്റ്റ് പള്ളിയിൽ വന്നത് ഓർമ്മ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും ഉണ്ടാവില്ലേക്കാരം. അങ്ങനെ ഫസ്റ്റ് ഉണ്ടാവുമോ? എങ്ങനെയായാലും 50 വർഷം മുമ്പ് വഫാത്തായിട്ട് 13 വർഷമായി. തങ്ങളുപ്പാപ്പയുടെ ഉപ്പ TS അബ്ദുള്ള കോയ തങ്ങൾ ഇതുപോലെ തന്നെ ഇവിടെ ഒരു നാടിനെ എത്ര കണ്ട് ദീനീ പ്രഭവം ഉണ്ടാക്കി. ആദ്യമായിട്ട് ചെയ്തത് മതപഠനമൊക്കെ കഴിഞ്ഞിട്ട് കൂരിയാട് എത്തിയിട്ട് ആ നാട്ടിലെ ജനങ്ങൾക്ക് ഭൗതിക വിദ്യാഭ്യാസം കൂടി വേണം എന്ന് കരുതിയിട്ട് അവിടുത്തെ AMLP സ്കൂള് തങ്ങളാണ് അവിടെ നിർമ്മിച്ചത്. പിന്നീട് പള്ളിയിൽ വെച്ച് പ്രസംഗം നടത്തുന്നത് രാജ്യസ്നേഹം. ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കൃഷി ബ്രിട്ടീഷുകാരന് കൊടുക്കേണ്ടതല്ല, അവൻ നമ്മുടെ നാട് ഒറ്റാൻ വന്നവരാണ്. ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വം നൽകി. കൽപ്പകഞ്ചേരിയിൽ 1921 KP കേശവ മേനോൻ, അതുപോലെ മുഹമ്മദ് മുസ്ലിയാർ, ഇവര് വന്ന 1921 മാർച്ചിലെ സ്വതന്ത്ര സമര പ്രഖ്യാപന സമ്മേളനത്തിന്റെ അധ്യക്ഷൻ KP കേശവ മേനോൻ നേതൃത്വം നൽകിയ സ്വതന്ത്ര സമര പ്രഖ്യാപന സമ്മേളനത്തിന്റെ അധ്യക്ഷൻ TS അബ്ദുള്ള കോയ തങ്ങളായിരുന്നു. നമ്മളെ സലാഹുദ്ദീൻ തങ്ങളുടെ വല്യപ്പ. സമരപ്രഖ്യാപനം നടന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ മലബാറിലെ ജനങ്ങളെ, പ്രത്യേകിച്ച് കോട്ടക്കല്ലും പരിസരത്തുള്ള ജനങ്ങള് TS അബ്ദുള്ള കോയ തങ്ങളുടെ നേതൃത്വത്തിൽ അണിനിരന്നു. ആ സമയത്താണ് കോട്ടക്കലിലെ കോട്ട പൊളിക്കാന് ബ്രിട്ടീഷ് അനുകൂലവും രാജ്യത്ത് ഇതുപോലെ തന്നെ മതം ചോദിച്ചിട്ട് കൊല ചെയ്ത് ജനങ്ങൾക്കിടയിൽ ഹിന്ദുവിനെയും മുസ്ലിമിനെയും പരസ്പരം തല്ലിക്കാൻ ശ്രമിച്ചിരുന്ന മാപ്പിള കലാപം എന്നൊക്കെ പേരിട്ടിട്ട് മങ്ങാടൻ രായൻ എന്ന വ്യക്തി കോട്ടക്കലിലെ ഇല്ലത്തിനോടനുബന്ധിച്ച വലിയ കോട്ട പൊളിക്കാൻ 1500 പരം ആളുകളുമായി തടിച്ചുകൂടി നിൽക്കുക. ഈ കോട്ട പൊളിക്കാൻ ബ്രിട്ടീഷ് പട്ടാളം തോക്കും പിടിച്ചിട്ട് നിൽക്കുക. ഇവര് കോട്ട പൊളിക്കും, ഇവിടെ വെടിവെക്കും. അതോടുകൂടിയിട്ട് മലബാറിൽ കോട്ടക്കൽ മേഖലയിൽ ഹിന്ദുക്കളും മുസ്ലിമും കലാപം ഉണ്ടാവും. ആ സമയത്ത് TS അബ്ദുള്ള കോയ തങ്ങൾ ഇതൊന്നും സ്മരിക്കുന്ന ഹൈന്ദവ കുടുംബങ്ങള് കോട്ടക്കലിലും പരിസര പ്രദേശം കൂരിയാടും ഉണ്ട്. ഒരു ഭാഗത്ത് പട്ടാളം പോലീസും തോക്കുമറ്റും നിൽക്കുന്നു, മറുഭാഗത്ത് മങ്ങാടൻ രായിന്റെ നേതൃത്വത്തിൽ കോട്ടക്കൽ മനയിലെ കൊട്ടാരം അത് തകർക്കാൻ വേണ്ടി 1500 പേര് നിൽക്കുന്നു. ആ സമയത്ത് കൂരിയാട്ട് നിന്ന് മീന് വാങ്ങിയിട്ട് നേരെ KK പുറത്തേക്ക് പോകുന്ന തങ്ങള് അവിടുത്തെ തലയിലുണ്ടായിരുന്ന ഷാളും ഒന്നൊന്നു വീശി. അതോടുകൂടിയിട്ട് രായനും 1500 ആളുകളും പിരിഞ്ഞുപോയി. ഇത് കണ്ട പട്ടാളം, ഞങ്ങൾ ഇത്രയും ആളുകൾ തോക്കുമായിട്ട് നിൽക്കുമ്പോൾ
ഈ ആളുകളെ പറഞ്ഞേക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഒരൊറ്റ വ്യക്തി അദ്ദേഹത്തിന്റെ തോളിലെ ഷാൾ കൊണ്ടൊന്ന് നീക്കിയപ്പോ, ഒന്ന് കറങ്ങിയപ്പോ 1500 1500 ആളുകളില്ല, ഓടിപ്പോയി. അവര് തീരുമാനിച്ചു ഈ വ്യക്തി നമുക്ക് തലവേദനയാവും. അതോടുകൂടി വാറന്റായി, അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വരവായി. എത്രയും പെട്ടെന്ന് സ്വാതന്ത്ര്യ സമര സേനാനി ടി.എസ്. അബ്ദുള്ള കോയ തങ്ങളെ അറസ്റ്റ് ചെയ്യണമെന്ന്. നാട്ടിലെ ആണുങ്ങളും പെണ്ണുങ്ങളും മുതിർന്നവരും കുട്ടികളും മതമുള്ളവനും മതമില്ലാത്തവനും തങ്ങളെ വിട്ടുകൊടുക്കൂല. കാരണം തങ്ങള് ആ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് പൊരുത്. അവിടുത്തെ ഹൈന്ദവ കുടുംബം അവരിപ്പോഴും പറയും, ആ മന പൊളിക്കുന്ന സമയത്ത് ഈ മനയുടെ പ്രത്യേകത ആ അമ്മ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് നമ്മളെ തെക്കേ പള്ളിയിലെ ഉസ്താദ്, തങ്ങൾ ഉസ്താദ് താമസിച്ച അന്ന് ബ്രിട്ടീഷുകാർ പിടിക്കാൻ വന്നപ്പോ തങ്ങൾ അഭയം കൊടുത്തത് ഞങ്ങളെ വീട്ടിലാണ് എന്നുള്ളത്. 1000 രൂപ അന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് ടി.എസ്. അബ്ദുള്ള കോയ തങ്ങളെ തലക്ക് വില പറഞ്ഞു. രാജ്യത്തിന് വേണ്ടി പൊരുതിയപ്പോ പള്ളി കൂരിയാട് തെക്കേ പള്ളിയിലെ ഖത്തീബായി വന്ന തങ്ങള് ആ നാട്ടിലെ ജനങ്ങളെ സംഘടിപ്പിച്ചു. ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനിയും ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതിയപ്പോ നമ്മളെ കാവ്യേര വല്യപ്പക്ക് ബ്രിട്ടീഷ് ഗവൺമെന്റ് അന്ന് ഇട്ട വില 1000 രൂപ പിടിച്ചുകൊടുത്ത. അന്നത്തെ 1000 രൂപയാണ്. പലരും അതിൽ മോഹിച്ചു തങ്ങളെ ഒറ്റുകൊടുക്കാൻ തന്നപ്പോ നാട്ടിലെ മുസ്ലിമീങ്ങളും പ്രമുഖരും ചേർന്നിട്ട് സിലോണിലേക്ക് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ഞങ്ങൾ വിട്ടുകൊടുക്കൂല, ബ്രിട്ടീഷ് ഗവൺമെന്റിന് വിട്ടുകൊടുക്കൂല. അവരവിടെ കുറെ കാലം ദീനീ ദഅവത്ത് നടത്തി. പിന്നീട് നാട്ടുകാർ തന്നെയാണ് തങ്ങളുപ്പാപ്പയെ നാട്ടിലേക്ക് കൊണ്ടുവന്നതും. ഇന്ന് കുരിയാട് പള്ളിയുടെ ചാരത്ത് അവർ അന്ത്യവിശ്രമങ്ങൾ. അള്ളാഹു അവരെ ഉക്രവിയ ദർജ ഏറ്റി നൽകുമാറാവട്ടെ. നമ്മുടെ പാരമ്പര്യം അതാ. അവരെ മകനാണ് ടി.എസ്. അബ്ദുള്ള, നമ്മളെ ടി.എസ്.കെ. തങ്ങൾ. നമുക്ക് 50 വർഷം, ഞാൻ പറഞ്ഞില്ല 50 വർഷം ഒരു നാട്ടിൽ നിന്ന് പറഞ്ഞാല് ഈ നാട്ടിലെ 2 3 തലമുറ ജുമാ പഠിച്ചത്, 2 3 തലമുറ നിക്കാഹ് അവർക്ക് നേതൃത്വം കിട്ടിയിട്ടുള്ളത്. ഇവിടുത്തെ നമ്മൾ ദീന് പഠിച്ചിട്ട്